ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ കടച്ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് കടച്ചക്ക മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ. നിറയെ കടച്ചക്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേനലായതുകൊണ്ട് കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ കുരങ്ങന്മാരുടെ ശല്യമായതുകൊണ്ട് കുറേ അങ്ങനെയും പോയിട്ടോ. അപ്പോൾ അതാ കുറച്ചൊക്കെ നമ്മളത് അവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ അയൽവക്കക്കാർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ കേട്ടോ. പിന്നെ അതാ കുറേ ചെറുതൊക്കെ അതിൽ കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലിപ്പോൾ ഒന്ന് വീണം കേട്ടോ. നല്ല ഫ്രഷാണ് കേട്ടോ. നല്ല മൂത്താൽ കേട്ടോ ഈ കടച്ചക്ക ഭയങ്കര ടേസ്റ്റ്. പിന്നെ നമ്മൾ കടയിലൊക്കെ നമുക്ക് വാങ്ങേണ്ട ചെറുത് അതൊന്നും നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഫ്രഷാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ കഴിഞ്ഞ് നമ്മൾ മസാലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊടിയുള്ള കടച്ചക്കയാണ് കേട്ടോ. ഈ ഒരെണ്ണം മതി നമുക്ക് മസാലക്കറി വെച്ച ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് അതിലേക്കുള്ള സാധനങ്ങളാണ് നമ്മളത് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിൽ സവാള ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് നല്ല വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ല പൊടിയുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. വേഗം വേവും. അത്ര മൂത്ത കടച്ചക്കയാണ് കേട്ടോ. കണ്ടോ, ഒന്ന് തിളച്ചപ്പോൾ തന്നെ നമുക്ക് വെന്താതിൽ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.